ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിസി ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബൈബിൾ ക്വിസ് എല്ലാവർക്കും അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ദൈവവചനം പഠിക്കുവാനായിട്ട് ഇത് കാരണമായി തീരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. നമുക്ക് ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ നമ്പർ തന്നിരുന്നു. ആ നമ്പർ നിങ്ങൾക്ക് ഉത്തരം അയക്കുവാൻ വേണ്ടിയല്ല, ദയവായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുവാൻ വേണ്ടി മാത്രമാണ് ആ നമ്പർ തന്നത്. ഉത്തരങ്ങൾ അയക്കേണ്ടത് ഇവിടെ തന്നെയാണ്. ഇതിൻ്റെ നിബന്ധനകൾ അറിയാത്തവർ അവസാനം ഒന്ന് കാണുക, നിബന്ധനകൾ പറയുന്നുണ്ട്. വേഗത്തിൽ നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ ചോദ്യം എബ്രായ ലേഖനം 8 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: അതിവിശുദ്ധം എന്ന കൂടാരം എവിടെയായിരുന്നു? ഓപ്ഷൻ എ ആദ്യ തിരശ്ശീലയ്ക്ക് മുൻപിൽ, ഓപ്ഷൻ ബി പ്രാകാരത്തിൽ, ഓപ്ഷൻ സി രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിൽ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. മഹാപുരോഹിതന്റെ പ്രധാന ശുശ്രൂഷ എന്താണ്? ഓപ്ഷൻ എ ദൈവത്തിന് യാഗമർപ്പിക്കൽ, ഓപ്ഷൻ ബി ദൈവത്തിന് വഴിപാടും സ്തോത്രവും അർപ്പിക്കൽ, ഓപ്ഷൻ സി ദൈവത്തിന് വഴിപാടും യാഗവും അർപ്പിക്കൽ. ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: നിയമം എപ്പോൾ സ്ഥിരമാകുന്നു? ഓപ്ഷൻ എ ജീവിച്ചിരിക്കുമ്പോൾ, ഓപ്ഷൻ ബി മരിച്ച ശേഷം, ഓപ്ഷൻ സി യാഗത്തിന് ശേഷം. നാലാമത്തെ ചോദ്യം ഇതാണ്: വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ വിശ്വാസവീരന്മാർ ഭൂമിയിൽ തങ്ങളുടെ നിലപാട് എങ്ങനെയാണ് ഏറ്റുപറഞ്ഞത്? അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: പാപങ്ങളെ നീക്കുവാൻ കഴിയാത്തത് എന്തിനാണ്? ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ആറാമത്തെ ചോദ്യം ഇതാണ്: പുരോഹിതന്മാർ ദിനം പ്രതി പ്രവേശിച്ച സ്ഥലം ഏതാണ്? ഏഴാമത്തെ ചോദ്യം: ലോകത്തെ ചലിപ്പിച്ച ശക്തി എന്തായിരുന്നു? ലോകത്തെ ചലിപ്പിച്ച ശക്തി എന്തായിരുന്നു? എട്ടാമത്തെ ചോദ്യം: ആചരിച്ചു പോന്നവർക്കും ഉപകാരമില്ലാത്തതായി പറയുന്ന നിയമങ്ങൾ ഏതാണ്? ഒൻപതാമത്തെ ചോദ്യം ഇതാണ്: എല്ലാ പ്രായക്കാരെയും ഉൾപ്പെടുത്തി സൂചിപ്പിക്കുന്ന ഒരു ഒറ്റപ്പദം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അത് ഏതാണ്? പത്താമത്തെ ചോദ്യം ഇതാണ്: മൃഗം പ്ലസ് ചാരം എന്ന വാക്കുകൾ ചേർന്ന് രൂപപ്പെടുന്ന ഒറ്റപ്പദം ഏതാണ്? മൃഗം പ്ലസ് ചാരം, ഈ രണ്ട് വാക്കുകളൂടെ ചേർന്ന് രൂപപ്പെടുന്ന ഒറ്റപ്പദം ഏതാണ്? ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ ഉത്തരങ്ങൾ അയക്കേണ്ടത് യൂട്യൂബിൽ കമൻറ്റ് എന്ന ബോക്സിൽ തന്നെയാണ് നിങ്ങൾ ഉത്തരങ്ങൾ അയക്കേണ്ടത്, അല്ലാതെ എൻ്റെ നമ്പറിലേക്കല്ല. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ എബ്രായ ലേഖനം 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരുന്നു. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: യേശു ആരെ പോലെ സദൃശ്യനായി തീർന്നു? ഉത്തരം ഇതായിരുന്നു: ഓപ്ഷൻ സി സഹോദരനെ പോലെ, 2:17. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: മൽക്കിസെദേക്ക് എന്ന പേരിന്റെ അർത്ഥം എന്താണ്? ഉത്തരം ഇതായിരുന്നു: ഓപ്ഷൻ ബി നീതിയുടെ രാജാവ്, 7:2. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ആത്മാവിൻ്റെ നങ്കൂരം പോലെ നിശ്ചയമുള്ളത് എന്താണ്? ഉത്തരം ഇതായിരുന്നു: ഓപ്ഷൻ ബി പ്രത്യാശ, 6:19. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: ന്യായപ്രമാണ പ്രകാരം ജനത്തോട് വാങ്ങുവാൻ കൽപ്പനയുള്ളത് എന്താണ്? ഉത്തരം ഇതാണ്: എബ്രായർ 7:5 കാണാം, ദശാംശം. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു: വാഗ്ദത്തം ലഭിക്കാൻ അബ്രഹാം ചെയ്തത് എന്താണ്? ഉത്തരം ഇതാണ്: ദീർഘക്ഷമയോടെ കാത്തിരുന്നു, എബ്രായർ 6:15. ആറാമത്തെ ചോദ്യം: ശബ്ദം കേട്ടാൽ എന്തു ചെയ്യുവാൻ പാടില്ല? ഉത്തരം ഇതാണ്: എബ്രായർ 3:15 കാണാം, മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു: ദൂതന്മാരിൽ ആരോടാണ് ദൈവം നീ എൻ്റെ പുത്രൻ എന്ന് പറഞ്ഞത്? ശരിയായ ഉത്തരം ഇതാണ്: ദൂതന്മാരോട് ആരോടും പറഞ്ഞിട്ടില്ല, 1:5. എട്ടാമത്തെ ചോദ്യം ഇതാണ്: അനുസരണക്കേട് ഒട്ടുമില്ലാത്തവനായിരുന്നിട്ടും എന്തിലൂടെയാണ് അനുസരണം പഠിച്ചത്? ഉത്തരം ഇതാണ്: എബ്രായർ 5:8 കാണാം, താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ. ഒൻപതാമത്തെ ചോദ്യം ഇതായിരുന്നു: വചനത്തിന് നിർവചനം പറഞ്ഞിരിക്കുന്ന ഒന്ന്, ഇത് കുടിച്ചാൽ എന്തിലാണ് പരിചയമില്ലാത്തത്? ഉത്തരം ഇതാണ്: വചനത്തിന് നിർവചനം പറഞ്ഞിരിക്കുന്നത് പാലാണ്. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പനെന്ന് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്.
എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ കാണുന്നു, പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ. എബ്രായർ 5:13. 10ാമത്തെ ചോദ്യം ഇതായിരുന്നു, ലൂക്കോസിൽ ഒരു വ്യക്തി എന്നെ വിശ്വസിച്ചില്ല എന്ന് കാണുന്നു. എബ്രായരിൽ എന്നെ പലരും അനുസരിച്ചില്ല. എങ്കിൽ ഞാൻ ആരാണ്? ലൂക്കോസിൽ എന്നെ വിശ്വസിക്കാത്തത് ആരാണ്? ഉത്തരം ഇതാണ്, സദ്വർത്തമാനം. എബ്രായർ 4:6 കാണാം, അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇടശേഷിച്ചിരിക്കയാലും മുൻപേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകയാലും. അപ്പോൾ സദ്വർത്തമാനം കേട്ടവരാണ് അനുസരിക്കാതിരുന്നത്. അതുപോലെ തന്നെ ലൂക്കോസിൽ ഇങ്ങനെ കാണാം, ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. 1:19 ഇങ്ങനെ കാണുന്നു. ലൂക്കോസ് 1:20 ഇപ്രകാരം പറയുന്നു, തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് നീ വിശ്വസിക്കായകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ദൂതൻ അറിയിച്ച സദ്വർത്തമാനമാണ് സെഖര്യാവ് വിശ്വസിക്കാതിരുന്നത്, അല്ലാതെ ദൂതനെയല്ല വിശ്വസിക്കാതിരുന്നത്. അവ ദൂതനാണെന്ന് സെഖര്യാവിന് മനസ്സിലായായിരുന്നു. പക്ഷേ ദൂതൻ അറിയിച്ച സദ്വർത്തമാനമാണ് സെഖര്യാവ് വിശ്വസിക്കാതിരുന്നത്. എല്ലാവർക്കും ചോദ്യവും ഉത്തരവും എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. വേഗത്തിൽ തന്നെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ ആശായെ സിസ്റ്റർ ശോശാമ്മ കുര്യാക്കോസ് പറഞ്ഞിട്ടുണ്ട്, ചിത്തം മനസ്സെന്നല്ലേ ഉള്ളൂ, മനസ്സ് പ്ലസ് ബുദ്ധി. എന്താണ് ആ ചോദ്യം? തെറ്റല്ലേ? ചിത്തം എന്നാൽ മനസ്സെന്നും ബുദ്ധി എന്നും അർത്ഥം വരുന്നുണ്ട്. ഒരുപാട് പ്രിയപ്പെട്ടവർ അതിന് ശരിയായ ഉത്തരം അയച്ച് വിജയിയായിട്ടുണ്ട്. അപ്പോൾ ചോദ്യം തെറ്റാണെന്ന് പറയാൻ കഴിയുകയില്ല. സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ സുശീല ജോസ്, സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ പ്രവീണ സുനിൽ, പ്രൈസലോൾ, സിസ്റ്റർ സൂസൻ ഫിലിപ്പ് ചെറിയാൻ, സിസ്റ്റർ ബീന ബോസ്, സിസ്റ്റർ ആനി മാത്യു, സിസ്റ്റർ മോളിക്കുട്ടി, സിസ്റ്റർ സൂസൻ ഫിലിപ്പ് ചെറിയാൻ 2 പ്രാവശ്യമായിട്ടാണ് ഉത്തരവയച്ചത്. എന്നോട് വാട്സപ്പിൽ വന്ന് പറഞ്ഞിരുന്നു ആദ്യം അറിയാതെ സെൻഡായിപ്പോയതാണെന്ന്. അങ്ങനെ അറിയാതെ സെൻഡായിപ്പോയെങ്കിൽ ഒന്നും ഒരു കുഴപ്പമില്ല. ഓരോന്നോരോന്നായിട്ട് അയക്കരുത്. 5 എണ്ണം വെച്ച് അയച്ചാലും വലിയ ബുദ്ധിമുട്ടില്ലാതെ നോക്കാനായിട്ട് സാധിക്കും. ഓരോന്നോരോന്ന് അയക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് നോക്കുവാനായിട്ട്. സിസ്റ്റർ റെജിമോൾ, സിസ്റ്റർ ഗീതമ്മ രാജു 7:10. ഈ 2 ചോദ്യങ്ങൾ വ്യക്തമാകുന്നില്ല, സമയം അനുസരിച്ചൊന്ന് പറഞ്ഞു തരാമോ? ഒരു കാര്യം ശ്രദ്ധിക്കുക, പെട്ടെന്ന് ഇതിനകത്ത് വന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ സംശയം ചോദിച്ചത് കാണുന്നത് തന്നെ. അപ്പോൾ ഇതിനകത്ത് പെട്ടെന്ന് കമൻറ്റ് നോക്കി എനിക്ക് റിപ്ലൈ തരാൻ പറ്റാത്തത് കൊണ്ടാണ് വാട്സപ്പ് നമ്പർ തന്നത്. നിങ്ങൾക്ക് വാട്സപ്പിൽ വന്നിട്ട് അതിൻ്റെ സംശയം ചോദിക്കുക, അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അതിന് മറുപടി തരുന്നതായിരിക്കും. സിസ്റ്റർ മേരി ജോസഫ് ചോദിച്ചിട്ടുണ്ട്, ഇതൊരു മത്സരമാണോ? നടക്കുന്ന സമയം നോട്ടിഫിക്കേഷൻ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതൊരു മത്സരമല്ല, നമുക്ക് ദൈവവചനം പഠിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ദൈവവചനം പഠിക്കുമ്പോൾ തന്നെ അതിനൊരു പ്രോത്സാഹനം എന്ന രീതിയിൽ വിജയികൾക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഇതൊരു മത്സരമായിട്ട് ആരും കണ്ട് പങ്കെടുക്കരുത്. ഇതിൻ്റെ സമയം നോട്ടിഫിക്കേഷൻ കിട്ടാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. തിങ്കൾ വ്യാഴം ഈ 2 ദിവസങ്ങളിൽ വൈകിട്ട് 5 മണിക്കാണ് നമ്മൾ ചോദ്യം ഇടുന്നത്. സിസ്റ്റർ ഡാലി ജയൻ, സിസ്റ്റർ ജയ വിനീഷ്, ബ്രദർ അശോകകുമാർ ചെന്നൈ, സിസ്റ്റർ വത്സ വത്സൻ, സിസ്റ്റർ പ്രേംകുമാരി, സിസ്റ്റർ സുമ പ്രസാദ്. സിസ്റ്റർ സുമ പ്രസാദ് പറഞ്ഞിട്ടുണ്ട്, ചിത്തവാർത്ഥം മനസ്സ് ഹൃദയം ആലോചന ഉദ്ദേശം ഇവയാണ്. സുബോധം നല്ല അറിവ് ശരിയായ ബോധം സതുപദേശം ഉണർവ് വ്യക്തമായ ബുദ്ധി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്. ഇതാണ് ബോധം എന്നൊരു വാക്ക് വന്നതാണ് കുഴപ്പം. ഈ കാര്യത്തിൽ തോൽക്കാൻ വയ്യ. ഡു യുവർ ബെസ്റ്റ് എന്നാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, താങ്ക്സ്. ദൈവം അനുഗ്രഹിക്കട്ടെ. സിസ്റ്റർ സുജ ജെയിംസ്, സിസ്റ്റർ നിർമ്മല വിജയൻ, സിസ്റ്റർ ലിഥി തോമസ്, സിസ്റ്റർ ജലജ, സിസ്റ്റർ ലിസി വിൻസെൻറ്റ്, സിസ്റ്റർ സാൻഡി പൊന്നച്ചൻ, ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ ജയ ജോർജ്, സിസ്റ്റർ അന്നമ്മ ജോസ്, സിസ്റ്റർ സുനിത ഷാജി, ബ്രദർ ശശി സി എ, സിസ്റ്റർ സ്മിത ജോബി, സിസ്റ്റർ ആലീസ് യോഹന്നാൻ,
സിസ്റ്റർ സുനിത ഷാജി പറഞ്ഞിട്ടുണ്ട്, ബ്രദർ 10ാമത്തെ ക്വസ്റ്റ്യൻ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, ഒരുപാട് സമയം ആൻസർ തിരയേണ്ടി വന്നു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഒരുപാട് സമയം ആൻസർ തിരയുന്നത് ബൈബിളിൽ തന്നെയല്ലേ, അപ്പോൾ ഒരുപാട് പ്രാവശ്യം ബൈബിൾ വായിക്കുവാൻ സാധിക്കും. അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബൈബിൾ വായിച്ച് തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തുക. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷമൊക്കെ പഠിച്ചതായിരുന്നു. അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുമെന്ന് വിചാരിച്ചാണ് അങ്ങനെ ചോദിച്ചത്. ദൈവവചനം പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. അപ്പോൾ 1, 2, 3 പ്രാവശ്യമൊക്കെ ബൈബിൾ വായിച്ചെന്ന് പറഞ്ഞാൽ, ഒരു പുസ്തകം വായിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരിക്കലും ഒരു നഷ്ടം ഉണ്ടാകുകയില്ല. സിസ്റ്റർ അനിത ലെജി, സിസ്റ്റർ റെനി സാം, സിസ്റ്റർ സീന സജി, സിസ്റ്റർ അനുഷ ഷിഹാബുദ്ദീൻ, സിസ്റ്റർ നിഖിത. ഇത് ബ്രദറാണോ സിസ്റ്ററാണോ എന്നറിയത്തില്ല, എനിക്ക് തോന്നുന്നു അൽമൻ ഷിഹാബുദ്ദീൻ എന്നാണ് കാണുന്നത്. സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ റീന റൂബി, സിസ്റ്റർ സാറാമ ഡേവിഡ്, സിസ്റ്റർ ജെമി മാത്യു, സിസ്റ്റർ ഗീത വർഗീസ്, സിസ്റ്റർ അജിത രാജൻ, സിസ്റ്റർ മേരി പൗലോസ്, സിസ്റ്റർ സൂസമ്മ തോമസ്, സിസ്റ്റർ അന്നമ്മ ജോർജ്, സിസ്റ്റർ ശോശമ്മ കുര്യാക്കോസ്, സിസ്റ്റർ രജനി, സിസ്റ്റർ സുമതി ഭായ്, സിസ്റ്റർ ആതിര, സിസ്റ്റർ സാറാമ്മ ജോസഫ്. ഇത്രയും പേരാണ് നമ്മുടെ ഉത്തരങ്ങൾ അയച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ. ശരിയുത്തരം അയച്ച് വിജയികളായത് ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ ആശായെ, സിസ്റ്റർ സുശീല ജോസ്, സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ പ്രവീണ സുനിൽ, സിസ്റ്റർ ആനി മാത്യു, സിസ്റ്റർ റെജിമോൾ, സിസ്റ്റർ ലിഥി തോമസ്, ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ റെനി സാം, സിസ്റ്റർ നിഖിത. ഇത്രയും പേരാണ് ശരിയുത്തരം അയച്ച് വിജയികളായിരിക്കുന്നത്. നോക്കാം. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പുതിയൊരു വീഡിയോയിൽ കാണും വരെയും കർത്താവിൻ്റെ ചിറകടിയിൽ നമ്മെ മറക്കട്ടെ. ആമേൻ.